സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. കുറച്ച് അയിലയെടുത്ത് നമുക്കിന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു കറി ഉണ്ടാക്കാം. അതിന് അയില നല്ലതുപോലെ മുറിച്ച് വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. ഇനി മീൻ മുറിച്ച് വരയിട്ട് വെച്ച ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും പകുതി പുളിനാരങ്ങ നീരും ഒഴിച്ച ശേഷം എല്ലാം കൂടി ചേർത്ത് ഒരു അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. അതുപോലെ ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കഴിക്കാം. നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല കറിയാണ്. ഇത് കൈകൊണ്ട് നല്ലതുപോലെ ചേർത്തെടുക്കാം. ഇത് മസാല നല്ലതുപോലെ ചേർത്ത് അരമണിക്കൂറെങ്കിലും മാറ്റിവെച്ച് ഫ്രൈ ചെയ്താൽ നല്ല സ്വാദായിരിക്കും. എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ മസാല ചേർത്ത് വെക്കുന്നത് മീനിന് സ്വാദ് കൂട്ടും. ഏത് മീനെടുത്തും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, നല്ല സ്വാദായിരിക്കും. ഇനി നമുക്ക് മീനെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് മീനുകൾ വെച്ച് കൊടുക്കാം. ഈ ഫിഷ് ഫ്രൈ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇനി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മീൻ മറിച്ചിടാം. എപ്പോഴും ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ സിമ്മിൽ വെച്ച് ഫ്രൈ ചെയ്ത് നോക്കൂ, നല്ല സ്വാദായിരിക്കും. എപ്പോഴും സ്ലോ ഫ്ലെയിമിൽ വെച്ച് ഫിഷ് ഫ്രൈ ചെയ്യുന്നത് വേറെ തന്നെ ഒരു സ്വാദാണ്. ഇത്
ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല സ്വാദാണ്. രണ്ട് ഭാഗവും ആയി എന്ന് കണ്ടാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ഇല മുറിച്ച് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇലയുടെ മുകളിലായും കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇനി ഇലയിലൊഴിച്ച ഓയിൽ ചൂടായി എന്ന് കണ്ടാൽ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് പരത്തി കൊടുക്കാം. ആ കറിവേപ്പിലയുടെ മുകളിലായി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച മീൻ വെച്ച് കൊടുക്കാം. മീൻ നേരത്തെ ഫ്രൈ ചെയ്തത് മുഴുവനായി ഫ്രൈ ആക്കിയതല്ല, 1/4 ഭാഗം കണ്ട് ഫ്രൈ ആക്കിയതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇഞ്ചി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പച്ചമുളക് കൂടി മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് മൂടേണ്ട രീതിയിൽ ഒഴിക്കണം. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലിട്ട എല്ലാ സാധനങ്ങളും മീൻ വലിച്ചെടുക്കണം. അപ്പോഴാണ് മീനിന് സ്വാദുണ്ടാവുക. ഈ മീനിൻ്റെ സ്വാദ് ഒന്ന് വേറെ തന്നെയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
ഞാനിതിന് ഒരു വലിയ മുറി തേങ്ങയാണ് പാലെടുക്കാൻ എടുത്തത്. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കി കഴിക്കും. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഓഫാക്കണം. ഓഫാക്കിയ ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.